നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഋഷി സുനക് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയെ ചുമതലയേറ്റിരിക്കുകയാണ്. എന്നാൽ ബ്രിട്ടന്റെ പ്രധാനമന്ത്രി കസേര അത്ര സുഖമുള്ള ഇരിപ്പിടമാവാൻ ഇടയില്ല എന്ന് തന്നെയാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ. ലിസ്ട്രസിന്റെ സാമ്പത്തിക നയത്തെ തുടർന്ന് രാജ്യം കെടുതിയിലേക്ക് കൂപ്പുകുത്തുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും രാജ്യത്തെ കരകയറ്റുക എന്നതാണ് ഋഷിയുടെ മുന്നിലുള്ള പ്രധാന വെല്ലുവിളി. ബ്രിട്ടനിലെ സാമ്പത്തിക തകർച്ച ലോകരാജ്യങ്ങളിൽ വലിയ ചർച്ചകൾക്ക് ഇടം നൽകിക്കഴിഞ്ഞു. UK ഗവൺമെന്റ് ബജറ്റ് 2 ആഴ്ചയിലധികം വൈകിപ്പിച്ചിരിക്കുകയാണ്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനായി കൈക്കൊള്ളേണ്ട നടപടികൾ എടുക്കേണ്ടതിലേക്ക് വേണ്ടിയാണ് ഇതെന്നാണ് പറയുന്നത്. അടുത്ത 5 വർഷത്തിനുള്ളിൽ 30 ബില്യൺ പൗണ്ടിനും 40 ബില്യൺ പൗണ്ടിനും ഇടയിൽ തുക സർക്കാർ കണ്ടെത്തേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. പൊതുചെലവ് വെട്ടിക്കുറയ്ക്കുകയോ നികുതി വർദ്ധിപ്പിച്ച് വരുമാനം വർദ്ധിപ്പിക്കുകയോ ചെയ്യുക എന്നതാണ് സർക്കാരിന് മുന്നിലുള്ള മാർഗം. നവംബർ 17-ന് സർക്കാരിന്റെ ഇടക്കാല ധനകാര്യ പദ്ധതി നടപ്പിൽ വരുമെന്ന് ധനമന്ത്രി ജെർമി ഫണ്ട് പറയുന്നു. ഒക്ടോബർ 31-ന് ഇടക്കാല ധനകാര്യ പദ്ധതി നടപ്പിൽ വരുമെന്നാണ് പറഞ്ഞിരുന്നത്. ഭക്ഷണത്തിന്റെയും ഊർജ്ജത്തിന്റെയും ചെലവുകൾ കുതിച്ചു വരുന്നതിനാൽ ബ്രിട്ടീഷ് വോട്ടർമാരെ സന്തോഷിപ്പിക്കുന്ന ഒരു തീരുമാനം എടുക്കുക എന്നത് ഋഷി സുനാക്കിനെ സംബന്ധിച്ച് ഭാരിച്ച ഉത്തരവാദിത്വം തന്നെയാകും. ദി ഗാർഡിയൻ ഉൾപ്പെടെ ബ്രിട്ടീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വിവരങ്ങൾ അനുസരിച്ച് ഭക്ഷണത്തിന് പോലും അവിടുത്തെ പൗരന്മാർ ബുദ്ധിമുട്ടുകയാണ്. UK-യിലെ ജീവിത ചെലവ് പ്രതിസന്ധി രൂക്ഷമായപ്പോൾ സെപ്റ്റംബറിൽ 5-ൽ ഒരാൾക്ക് എന്ന കണക്കിൽ ഭക്ഷ്യ അരക്ഷിതാവസ്ഥ അനുഭവപ്പെട്ടു എന്നും പറയുന്നു. അതായത് കോവിഡ് ലോക്ക്ഡൌണിന്റെ ആദ്യ ആഴ്ചകളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇപ്പോൾ പട്ടിണിയിലാണ് എന്നാണ് ഫുഡ് ഫൗണ്ടേഷൻ ചാരിറ്റി സർവേ പറയുന്നത്. ഫുഡ് ഫൗണ്ടേഷന്റെ ഏറ്റവും പുതിയ സർവേ അനുസരിച്ച് കഴിഞ്ഞ ജനുവരി മുതൽ UK-യിൽ ഭക്ഷ്യദൗർലഭ്യം ഇരട്ടിയിലധികമായി വർദ്ധിച്ചു. ഏകദേശം 10 ദശലക്ഷം മുതിർന്നവർക്കും 4 ദശലക്ഷം കുട്ടികൾക്കും കഴിഞ്ഞ മാസം വയറു നിറയെ ഭക്ഷണം ഉണ്ടായിരുന്നില്ല. ചില സ്ഥലങ്ങളിൽ നിന്ന് വിശന്നുവരഞ്ഞ സ്കൂൾ കുട്ടികൾ സഹപാഠികളിൽ നിന്ന് ഭക്ഷണം മോഷ്ടിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. പലരും ഭക്ഷണം വാങ്ങാനുള്ള പണമില്ലാത്തതിനാൽ പട്ടിണി കിടന്നതും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചിലരാണെങ്കിൽ ഒരു കഷ്ണം റൊട്ടി മാത്രം കഴിച്ച് ഒരു ദിവസം വിശപ്പടക്കി എന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ 8 ലക്ഷത്തോളം കുട്ടികളാണ് കെടുതികൾ അനുഭവിക്കുന്നത് എന്നാണ് ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തത്. പ്രമുഖ പൊതുജനാരോഗ്യ വിദഗ്ധൻ സർ മൈക്കൽ മാർമോട്ട് വിശപ്പിന്റെ ഈ വർധനവിനെ അപകടകരം എന്നാണ് വിളിക്കുന്നത്. ജനങ്ങൾക്കിടയിൽ സമ്മർദ്ദം, മാനസിക രോഗം, പ്രമേഹം, ഹൃദ്രോഗം എന്നിവയുൾപ്പെടെ വർദ്ധിക്കുകയും സമൂഹത്തിന്റെ മോശമായ അവസ്ഥയ്ക്ക് ഇത് കാരണമാകും എന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ബ്രിട്ടന്റെ പ്രതിസന്ധിക്ക് പല കാരണങ്ങളും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കോവിഡും റഷ്യയുടെ ഉക്രൈൻ അധിനിവേശവും കാരണം UK-യിൽ വർദ്ധിച്ചുവരുന്ന പണപ്പെരുപ്പം ഉണ്ടായിരുന്നു. ഇത് കാരണം താഴ്ന്ന വരുമാനമുള്ള 5 കുടുംബങ്ങളിൽ ഒരാൾക്ക് എന്ന വിധം ഭക്ഷണ ദൗർലഭ്യം നേരിട്ടതായാണ് പറയുന്നത്. ഇടയ്ക്ക് ഉണ്ടായ വരൾച്ചയും ഉയർന്ന വാതകവിലയും കർഷകരെ സമ്മർദ്ദത്തിലാക്കിയതിനാലാണ് ഇങ്ങനെ ഒരു പ്രതിസന്ധി ബ്രിട്ടൻ നേരിടുന്നത് എന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ ജൂണിലാണ് ഭക്ഷ്യ അരക്ഷിതാവസ്ഥ ബ്രിട്ടനിലെ ജനജീവിതത്തെ ബുദ്ധിമുട്ടിക്കലാക്കുന്നു എന്ന തരത്തിൽ ആദ്യമായി വാർത്തകൾ വന്നു തുടങ്ങിയത്. ഊർജ്ജ പ്രതിസന്ധി രൂക്ഷമായ പശ്ചാത്തലത്തിൽ ബ്രിട്ടനിലെ പബ്ബുകൾ ഏതാനും മാസങ്ങൾക്കുള്ളിൽ അടച്ചുപൂട്ടലിലേക്ക് എത്തുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പ്രതിസന്ധി മറികടക്കാൻ പല സ്ഥാപനങ്ങളിലും സർക്കാരിനോട് കൂടുതൽ സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. 2 നൂറ്റാണ്ടോളം ഇന്ത്യയെ അടക്കിവേണ ബ്രിട്ടന്റെ ഭരണാധികാരിയായി ഒരു ഇന്ത്യൻ വംശജൻ എത്തുന്നു എന്നതാണ് ഋഷി സുനക്കിന്റെ വരവിൽ നാം കാണുന്ന പ്രത്യേകത. ഭരണകക്ഷിയിലെ പകുതിയിലധികം MP-മാരുടെ പിന്തുണ ലഭിച്ചെങ്കിലും ഋഷി സുനക് പാർട്ടിക്കുള്ളിൽ അത്ര സ്വീകാര്യനല്ല. സുനക്കിന്റെ സ്വീകാര്യതയേക്കാൾ ലിസ്ട്രസിന്റെ പിടിപ്പുകേടാണ് വീണ്ടുമൊരു ഭരണമാറ്റത്തിന് വഴിതെളിച്ചത് എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. മികച്ച സാമ്പത്തിക വിദഗ്ധനായാണ് സുനക് അറിയപ്പെടുന്നത്. തകർച്ച നേരിടുന്ന ബ്രിട്ടീഷ് സമ്പദ് വ്യവസ്ഥയെ രക്ഷപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിച്ചേക്കുമെന്ന വിശ്വാസം മാത്രമാണ് നിലവിൽ അനുകൂലമായ ഘടകം. 10% വരെ വിലക്കയറ്റം നേരിടുന്ന രാജ്യത്ത് സർക്കാർ ചെലവ് വെട്ടിക്കുറയ്ക്കാനും നികുതി നിരക്ക് വർദ്ധിപ്പിക്കാനും അദ്ദേഹം നിർബന്ധിതനാകും. സർക്കാർ ചെലവ് കുറയ്ക്കുന്നത് സാമ്പത്തിക മാന്ദ്യത്തിന് വഴിതെളിയിച്ചേക്കാം. നികുതി വർദ്ധിപ്പിച്ചാൽ ഊർജ്ജ നികുതിയും ഉയർത്തിയേക്കും. യുക്രൈൻ റഷ്യ യുദ്ധം മൂലം കഴിഞ്ഞ 1 കൊല്ലത്തിനുള്ളിൽ 3 ഇരട്ടിയായ ഊർജ്ജവില അതോടെ വീണ്ടും വർദ്ധിക്കാനാണ് സാധ്യത. കുടിയേറ്റക്കാർക്ക് ഇടം നൽകുന്നത് സംബന്ധിച്ച തർക്കവും നിലനിൽക്കുന്നുണ്ട്. വിസ കാലാവധി കഴിഞ്ഞും ബ്രിട്ടനിൽ തങ്ങുന്നവർ കൂടുതൽ ഇന്ത്യക്കാരാണ് എന്ന മുൻ ആഭ്യന്തരമന്ത്രി സുവെല്ല ബ്രോവർക്കിന്റെ പ്രസ്താവന സാധാരണ ജനങ്ങളുടെ വികാരം വിളിച്ചറിയിക്കുന്നതാണ്. ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യ ആവശ്യപ്പെടുന്ന അത്ര ഉദാരമായ ഒരു വിസ നയം സ്വീകരിക്കാൻ സുനക് ഭരണകൂടത്തിന് ബുദ്ധിമുട്ടായിരിക്കും എന്നും സൂചനയുണ്ട്. ചുരുക്കത്തിൽ സുനക്കിനെ കാത്തിരിക്കുന്നത് മുൾക്കിരീടമാണെന്നത് തീർച്ചയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.